തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായി എന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവിന് അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും 6 ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല. ഇന്നലെ രാത്രി ഹൃദയാഘാതത്തെ തുടർന്നാണ് വേണു മരിച്ചത്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഓട്ടോ ഡ്രൈവറായ വേണു സുഹൃത്തിനോട് സംസാരിക്കുന്നതാണ് ആ ശബ്ദരേഖയിലേക്ക്. ഞാന് ഈ ആശുപത്രിയിൽ ഞാനിവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അന്വേഷണത്തിന് അറിയാം. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ പുറം ലോകത്തെ അറിയിക്കണം. അരുൺരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, വളരെ ദുഃഖകരമാണ്. കാരണം ഇത് പറഞ്ഞ അല്പ മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ശബ്ദമില്ലാതായി. പക്ഷേ നിരവധി പേർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. മരിച്ചുപോയൊരു മനുഷ്യൻ നേരിട്ട അനുഭവത്തിന്റെ സാക്ഷ്യം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പുറത്തുവരുന്ന പറയുന്നത് സങ്കടം വരുന്നു. അരുൺ, ഹഷ്മി, ക്രിസ്റ്റീന, അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ശബ്ദ സന്ദേശം സുഹൃത്ത് ഇതുമായി ബന്ധപ്പെട്ട് പുറം ലോകത്തെ എത്തിക്കണമെന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത്. അതായത് ലോകം അറിയണം തനിക്കുണ്ടായത് എന്ത് എന്ന് വേണു അവസാന നിമിഷങ്ങളിലടക്കം ആഗ്രഹിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഓട്ടോ ഡ്രൈവറായ വേണുവിന് ഈ നെഞ്ചുവേദന അടക്കം അനുഭവപ്പെടുന്നത്. തുടർന്ന് ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം എത്തിച്ചു. അവിടെ നിന്ന് ആൻജിയോഗ്രാം വേണമെന്നും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വേണുവിനെ അവിടെ നിന്നാണ് അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്ത് തുടർ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ 6 ദിവസം കഴിഞ്ഞിട്ടും ഈ ആൻജിയോഗ്രാം ചെയ്യാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡേറ്റ് നൽകിയില്ല എന്നുള്ളതാണ് ഈ വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. വെള്ളിയാഴ്ച മാത്രമാണ് ഇനി ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുക എന്നുള്ള നിർദ്ദേശം കൂടി ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യൂ. ഒരു എക്കോ എടുക്കാൻ പോലും ഇക്കട്ടത്തിൽ നിരവധിയായ തവണ ബുദ്ധിമുട്ടി. ഈ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതരോട് പറഞ്ഞപ്പോൾ നിസ്സംഗതയായിരുന്നു തിരിച്ചുള്ള മറുപടി എന്നുള്ളതാണ് വേണുവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു രോഗിയുടെ വാക്കുകളാണ്, മരിച്ചുപോയ രോഗിയുടെ വാക്കുകളാണ്. അയാൾ എത്രത്തോളം ബുദ്ധിമുട്ട് അവിടെ അനുഭവിച്ചു എന്നുള്ളതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും സുഹൃത്തിനെ അയച്ച ശബ്ദ സന്ദേശം ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ ഗുരുതരാവസ്ഥയിലായ വേണു ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. വേണുവിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. ഈ കുടുംബം ഒന്നടങ്കം വലിയ വേദനയിലാണ്. കാരണം ആ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു വേണു. വേണുവിനെ ചികിത്സിക്കാൻ വലിയ തുക നൽകി ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് ഈ ബന്ധുക്കളടക്കം നമ്മളോട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ മതിയായ ചികിത്സ, വേണ്ടത്ര ചികിത്സാ പരിചരണം ഒന്നും തന്നെ അവിടെ ഒന്നും ലഭിച്ചില്ല. ഇന്ന് ആ രോഗിയുടെ ജീവൻ തന്നെ നഷ്ടമായിരിക്കുന്നു. ആരാണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടപ്പോൾ എന്തായാലും ഇത് പരിശോധിക്കുന്നുണ്ട്. തങ്ങളുടെ മുമ്പിലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സഹോദരിയുടെ മകൻ ഗംഗാപ്രസാദ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഗംഗാപ്രസാദ്, നമുക്ക് അത്യന്തം വിഷമകരമായ ഒരു വാർത്തയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? എന്തൊരു മറുപടിയാണ് ഈ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായത് ഈ പ്രോസസ്സ് വൈകുന്നതിനുമായി ബന്ധപ്പെട്ട്? ഇന്നലെ ഇതേപോലെ തന്നെ പ്രോസസ്സ് വൈകിയതിനെ തുടർന്ന് ഞാൻ അവിടെ വിളിച്ച് സംസാരിക്കുക. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പം അത് അവര് നമ്മളെ ഇട്ട് നമ്മുടെ അത് സമയം കളയുകയും അത് മുന്നോട്ട് ഒരു അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് എന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും അവർ എല്ലാം അങ്ങ് ഡിലേ ആവുന്ന ഒരു പ്രക്രിയ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അല്ല, നമ്മൾ ഈ ആൻജിയോഗ്രാം എന്നാണ് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് കിട്ടിയിരുന്നത്? അതിനെക്കുറിച്ച് അവർ വ്യക്തമായിട്ടൊന്നും മറുപടി പറയുന്നില്ലായിരുന്നു. വേണു എന്നാ മരിക്കുന്നത് ഗംഗ? ഇന്നലെ രാത്രിയിൽ
എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായത്. ആ അതിനു മുമ്പൊക്കെ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, ഓട്ടോ ഓടിക്കുകയാണ്. അപ്പം അതിനിടയ്ക്ക് വെച്ച് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടാകുന്നത്. അല്ലെ, ആൻജിയോഗ്രാം എന്ന് പറയുന്നത് എത്ര ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ള യഥാർത്ഥ ഒരു അടിയന്തര ചികിത്സാ മാർഗ്ഗമാണ്. അപ്പോൾ അത് ഈ വെച്ച് വൈകിപ്പിക്കുന്നതിൽ ചോദിക്കുമ്പോൾ എന്തുവാ പറയുന്നേ? അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവര് അത് ചെയ്യും സമയമായില്ല, ചെയ്യാന്നൊക്കെയാ പറയുന്നത്. പക്ഷെ വ്യക്തമായിട്ട് അവരൊരു മറുപടിയും നൽകിയിട്ടില്ലായിരുന്നു. ഈ അതിനെ തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. അപ്പം അവിടുന്ന് വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഈ വേണു ആർക്കാണ് ഈ ഓഡിയോ മെസ്സേജ് അയച്ചത്? അതെന്താണ് അയച്ചത്? എന്ത് സങ്കടമാണ് ആ ഓഡിയോ മെസ്സേജ് കേൾക്കുന്നത് അല്ലേ? വളരെ ദയനീയമായ ഒരു ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാകും, വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. അത്തരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല. അടിയന്തരമായി ചികിത്സയ്ക്ക് വന്ന ഒരാളിനോട് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് ഈ ഇങ്ങനെ ഒരു വൈകൽ ഉണ്ടെന്ന് ആരോടെങ്കിലും സംസാരിച്ചിരുന്നോ? ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും? ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം ഇന്നലെയാണ് എന്റെ ഇളയ മാമൻ അവിടെ ചെല്ലുന്നത്. ഇളയ മാമൻ അവിടെ എത്തിയതിനു ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അവിടെ അങ്ങോട്ട് കയറാൻ പോലും അവര് അനുവദിക്കാത്ത രീതിയിൽ നിൽക്കുകയാണെന്ന്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു നേതാവിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിപ്പിക്കാൻ നോക്കിയിട്ട് പോലും അവര് ആ ഫോൺ അറ്റൻഡ് ചെയ്യാത്തൊരു പ്രവണതയെ കാണിച്ചത്. ഏത് നേതാവാണത്? ഞാൻ ഇവിടുന്ന് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വിളിച്ചത്. അപ്പൊ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് കണക്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പൊ പക്ഷെ അവർ അതുപോലും കേൾക്കാനോ അല്ലെങ്കിൽ എന്താണ് അത് എന്ന് അറിയാനോ അവര് ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ അങ്ങനെ ഒരു രീതിയിലും അവര് ഇടപെടാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗംഗാപ്രസാദ്, ഈ വേണുവിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് എന്ത് പ്രശ്നം? നെഞ്ചുവേദന തുടർന്ന് കൊണ്ടുപോയതാണോ? ആ നെഞ്ചുവേദനയെ തുടർന്നാണ് കൊണ്ടുപോയത്. ഒരാഴ്ച മുമ്പാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഒരു അനക്കവും ഇല്ല. അതാണ് അവരെ ഈ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. തിരുവനന്തപുരത്ത് ആ ദിവസങ്ങളിൽ അത്ര നിൽക്കണം എന്നുള്ള ചെലവ് അതിനുള്ള പാങ്ങുള്ള മനുഷ്യനല്ലെന്ന് തോന്നുന്നു വേണു അല്ലേ? അല്ല ഒരു ഓട്ടോ ഓടിച്ച് കുടുംബം പോറ്റുന്ന ഒരു ആളായിരുന്നു. ആ വേദനയിൽ സങ്കടത്തിൽ ഞങ്ങളും കൂടെ ചേരുന്നു ഗംഗ. അല്ല, എന്ത് പറയാനാണ്, വേണുവിൻ്റെ ഭാര്യ ശ്രീമതി സിന്ധു കൂടി ചേരുന്നുണ്ട്. സിന്ധു, ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പോയ 4-5 ദിവസങ്ങളും ഭർത്താവ് പറയുന്നുണ്ടായിരുന്നോ? പറയുന്നുണ്ടായിരുന്നു. അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വിചാരിച്ചത് ഗ്യാസ് ആണെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊണ്ടയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്ന് അടുത്തുള്ള CHC-യിൽ ഞങ്ങൾ പോവുകയും അവിടുത്തെ ഡോക്ടർ ECG, അതായത് പറഞ്ഞ കാരണങ്ങൾ വെച്ചിട്ട് ECG ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് വേരിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് ഓൾറെഡി സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു 2019-20 കാലഘട്ടത്തിൽ 2 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കാം സിന്ധു, പറയൂ. കേൾക്കാം. 2 വട്ടം സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട് റെഫർ ചെയ്തോ? ഹലോ, കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട് റെഫർ ചെയ്തു. ട്രിവാൻഡ്രത്തേക്ക്, അതായത് അവിടെ CT സ്കാൻ എടുത്തപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ECG എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതായത് ECG-യിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ അവിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, ട്രോപ്പോടി അങ്ങനെ കണ്ട്. അത് നടത്തിയപ്പോഴ് പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ അങ്ങ് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ചപ്പോഴ് ആ സ്ഥലപരിധിയിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അല്ലാതെ ചവറയിൽ നിന്നാണ് തോന്നുന്നത്, കൊല്ലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, കൊല്ലത്തിൽ നിന്നല്ല ചവറയിൽ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയത്. കാരണം ഡോക്ടർ പറഞ്ഞു അത്രയും സീരിയസ് ആണ്, ഇവിടെ വെച്ചിരുന്ന സമയം കളയരുത് എന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ ആദ്യമാക്കിയത് വാർഡ് 28-ലായിരുന്നു. വാർഡ് 28-ലാക്കിയിട്ട് അവിടെ ബ്ലഡ് അലിയാനുള്ള മരുന്നും പിന്നെ അതേപോലെ BP-യുടെയും ഷുഗറിന്റെയും പ്രഷറിന്റെയും ഒക്കെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ തലവേദന ആണെന്ന് പറയുമ്പം അവരൊരു മരുന്ന്, ഇഞ്ചക്ഷൻ ആണെന്ന് പറഞ്ഞ് ഒരു ഡ്രിപ്പ് ഇടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ 8:30-ക്കാണ് ഞങ്ങൾ
മെഡിക്കൽ കോളേജിൽ ചെന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളെ രാത്രിയിൽ വന്ന് ഡ്യൂട്ടി ഡോക്ടർ പിറ്റേന്ന് കാർഡിയോളജിക്ക് പോയിന്ന് കാണാൻ പറഞ്ഞു OP-യിൽ. അങ്ങനെ ഞാൻ രാവിലെ ചെന്നു. 2ാമത്തെ നമ്പറായിരുന്നു. അങ്ങനെ വേണുവിന്റെ നമ്പർ ഞാൻ എഴുതിയിട്ടിട്ട് വന്ന് പുള്ളിക്കാരനെ ഒരു 10 മണിയൊക്കെ കൃത്യം 10 മണിയായപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി. അങ്ങനെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി നേരം കിടന്നു. പിന്നെ വീണ്ടും ഡോക്ടർ വന്ന് ഡോക്ടർ 10:15 10:30 ആയപ്പോഴാണ് വന്നത്. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ അന്നേരം തന്നെ ചെക്ക് ചെയ്തു. എന്നിട്ട് അവിടെ വേറെ ഡോക്ടറെ വിളിച്ചിങ്ങനെ അന്വേഷിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വേണു എന്നൊരു പേഷ്യന്റ് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് വെനസ്ഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആൻജിയോഗ്രാം കൊടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 28 നിന്നും വാർഡ് 2ലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ ആ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങളെ വാർഡ് 2ലേക്ക് മാറ്റി. വാർഡ് 2ൽ മാറ്റിയിട്ട് അവിടുത്തെ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടി ഡോക്ടർ അഭിഷേക് ഡോക്ടറാണ് ഞങ്ങളെ നോക്കിയത്. അങ്ങനെ ഡോക്ടർ രാവിലെ വന്നു, മരുന്നുകളെല്ലാം എഴുതി തന്നിട്ട് പോകും. പിന്നെ വന്നിട്ട് ഇടയ്ക്ക് ഹസ്ബൻഡ് തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആൻജിയോഗ്രാം അപ്പൊ തന്നെ എഴുതി ആൻജിയോഗ്രാം നടത്തണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ അല്ലേ? എന്തോ ഈ ആൻജിയോഗ്രാം നടത്തണമെന്ന് എന്ന നിർദ്ദേശത്തിന് ശേഷമാണ് ആൻജിയോഗ്രാം നിർബന്ധം ഇവിടുന്ന് അവർ പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശനിയാഴ്ച 8:30 ഞങ്ങൾ അവിടെ എത്തി. ഞായറാഴ്ച അവിടെയുള്ള മരുന്നുകൾ കൊടുത്ത് കിടത്തിയിട്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച 10 മണിക്ക് കാർഡിയോളജി കാണാൻ പോകുന്നത്. എന്നിട്ട് തിങ്കളാഴ്ച ആൻജിയോഗ്രാം എഴുതി. എന്തോ തിങ്കളാഴ്ച തന്നെ ആൻജിയോഗ്രാം ടെസ്റ്റ് എഴുതി? അല്ല, എഴുതിയില്ല. ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ സാറിനോട് ഇങ്ങനെ ചോദിക്കുന്നു, വെദർ വി കണ്ടക്ട് ആൻജിയോഗ്രാം ഓൺ വെനസ്ഡേ ഓൺ ഫ്രൈഡേ, ഇങ്ങനെ ഒരു ചോദ്യം സാറ് ചോദിച്ചു. അത് ഞാൻ കേട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാർഡ് 2ലേക്ക് ചേഞ്ച് ചെയ്തു. അങ്ങനെ വാർഡ് 2ൽ വന്നിട്ട് അവിടെയും ഇതുപോലൊരു മരുന്ന്. സാധാരണഗതിയിൽ ഈ പറയുന്നത് പോലെ ട്രോപ്പോണിൻ ടെസ്റ്റ് പോസിറ്റീവും അതേപോലെ തന്നെ ECG-യിൽ വേരിയേഷനും ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എക്കോ ടെസ്റ്റ് ഒക്കെ കൂടെ നടത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? അത് കൂടുതൽ പരിശോധനയില്ല. പ്രത്യേകിച്ച് ഈ ട്രോപ്പോണിൻ പോസിറ്റീവ് ആകുമ്പോൾ ജാഗ്രത എടുത്ത് എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം നടത്തുകയും അതിനുള്ള ചികിത്സയൊക്കെ ചെയ്യുന്നതാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? നടത്തിയില്ല, എക്കോ ടെസ്റ്റ് അവിടെ നടത്തിയില്ല. എന്നിട്ട് ഡ്യൂട്ടി ഡോക്ടർ വന്നു, ചെക്ക് ചെയ്തു, മരുന്ന് എഴുതി തന്നിട്ട് പോയി. പിന്നെ ഈ നേരത്തെ പിന്നെ ഈ ഒരു അറ്റാക്ക് വന്നതിന് ശേഷമാണ് പുള്ളിക്കാരന് ഇടയ്ക്ക് തലവേദന വരാറുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ വാർഡ് 28 കിടന്നപ്പോഴും ഒരു ഡ്രിപ്പ് തന്നായിരുന്നു തലവേദന എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴും തലവേദന പറയുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർമാരോട് സിസ്റ്റർ ഇന്ന പേഷ്യന്റ് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല, ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എഴുതി തരാൻ പറ്റൂ. അതായത് വാർഡ് 2ലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എന്റെ ഹസ്ബൻഡിന്, അതായത് ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു. അന്നേരം തലവേദന വന്നപ്പോഴും ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഹസ്ബൻഡിന് നല്ല തലവേദന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും അവിടെ ഡ്യൂട്ടിക്ക് ഇരുന്ന ഒരു സിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല ഗുളിക തരുന്നത്, അത് ഡോക്ടർ തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഹസ്ബൻഡ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് തലവേദന എടുക്കുന്നു. അന്നേരം ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവർ വന്നില്ല. വീണ്ടും ഞാൻ കൊടിയ അനാസ്ഥയുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയുകയാണ് ഭാര്യ സിന്ധു. അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഈ പുറത്തു വരുന്ന ശബ്ദ സന്ദേശം അങ്ങേയറ്റം വൈകാരികമാണ്. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ പിടച്ചിലാണത്. ഏത് രീതിയിലും തൻ്റെ അവസാന മിനിറ്റുകൾ താൻ നേരിടേണ്ടി വന്ന ചികിത്സാ അവഗണന എന്ന ഒരു മനുഷ്യൻ നേർസാക്ഷ്യമായി പറയുന്ന ശബ്ദ സന്ദേശമാണ്. അത് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമുള്ള, ഈ പറഞ്ഞ ന്യായീകരണങ്ങൾക്കപ്പുറം എന്താണ് ഉണ്ടായത് എന്ന് ആൾക്കാരെ, ഉദ്യോഗസ്ഥരെ പറയാൻ പ്രേരിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണത്, ആ സാക്ഷ്യം. അരുൺ, തീർച്ചയായും സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വേണു തന്റെ മരണശേഷം തുറന്നു പറയുകയാണ്. ഒരുപക്ഷെ ജോസഫ് എന്ന സിനിമയിലായിരിക്കാം ആ ഒരു ക്രൈം നടന്നതിന് ശേഷം ആ ക്രൈമിനെ കുറിച്ച് ഒരു മുൻവിധിയോട് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവുക. അതേപോലെയാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും ഈ വേണുവിന്റെ മരണശേഷം പുറം ലോകം ഇപ്പോൾ അറിയുകയാണ്. കാരണം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സയുമായി ബന്ധപ്പെട്ടെത്തിയതാണ് വേണു. പക്ഷേ അവിടെ നിന്ന് ഉണ്ടായ അവഗണന, നിസ്സംഗത, ഈ പൂർണ്ണമായും വേണുവിനെ ഒഴിവാക്കുന്ന ഒരു സമീപനം, അത് ഒടുവിൽ വേണുവിന്റെ ജീവൻ പോലും ബലി നൽകേണ്ട അവസ്ഥയിലേക്കടക്കം കാര്യങ്ങൾ പോയി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഈ വാർത്ത നമ്മളിലേക്ക് എത്തുമ്പോൾ ഈ വേണുവിന്റെ സുഹൃത്ത് അൻവർ സാദത്ത്, അതുപോലെ തന്നെ ഈ സഹോദരൻ അടക്കമുള്ളവരുമായി സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം പറയുന്നത് വേണുവിന്റെ ഒരു ജീവിത സാഹിത്യത്തെക്കുറിച്ചാണ്. വളരെ സാധാരണ നിലയിലുള്ള വേണു, ഓട്ടോ ഓടിച്ച് മാത്രം കുടുംബം പോറ്റിയിരുന്ന വേണു നെഞ്ചുവേദന ഉണ്ടായപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, സ്വാഭാവികമായും മറ്റ് ഇടങ്ങളില്ലാത്തതുകൊണ്ടാണ് ചികിത്സയ്ക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയത്. അവിടെ നിന്ന് അടിയന്തരമായി ഇത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടും ഈ വേണുവിന് അടിയന്തര ചികിത്സ ഒരിടത്തും
തീർത്തും ലഭിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞാനിവിടെ ചോദിച്ചു എന്തുകൊണ്ടാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ അവിടേക്ക് കൊണ്ടുപോകേണ്ട എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അവിടെയും ഇതിൽ കൂടുതൽ ചികിത്സ ലഭിക്കില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് നല്ലത് എന്നുള്ളതായിരുന്നു അവിടെ നിന്നുള്ള ഒരു മറുപടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവായി, അത് ബ്ലഡ് ഡ്രോപ്പർ ടെസ്റ്റ് പോസിറ്റീവായി, അത് അറ്റാക്കിന് സാധ്യതയുള്ള പേഷ്യന്റ് ആണെന്ന് ബോധ്യപ്പെട്ട ഒരു പേഷ്യന്റിനെ വീണ്ടും ആൻജിയോഗ്രാം ചെയ്ത് അതിന്റെ ഡയഗ്നോസ് നടത്താതെ, ആ പരിശോധന നടത്താതെ വീണ്ടും ദിവസങ്ങളോളം ആ കട്ടിൽ തന്നെ കിടത്തി ചികിത്സിച്ചു എന്നുള്ളതാണ്. അത് ചികിത്സ എന്ന് പറയുന്നത് മരുന്ന് മാത്രം നൽകി ചികിത്സിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്ര ബ്ലോക്ക് ഈ പേഷ്യന്റിനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി പോലും പരിശോധിച്ച് വേണ്ടത്ര രീതിയിൽ ഒരു നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ല. ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ എന്നുള്ള ചോദ്യം പോലും ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണെന്ന് പോലും നമുക്ക് വ്യക്തമാവുന്നില്ല. കാരണം ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യേണ്ട ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ്. കാരണം എത്രത്തോളമാണ് ബ്ലോക്ക്, അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ടോ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ആൻജിയോഗ്രാം ചെയ്താണ് തീരുമാനമെടുക്കുക. പക്ഷേ അതുപോലും വേണുവിനെ ഒഴിവാക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിനെ വേണുവിനെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ മറുപടി ഇക്കാര്യത്തിൽ പറയേണ്ടത് ആരോഗ്യവകുപ്പാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന മറുപടിയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഹാഷ്മി, എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകാത്തത് വേണുവിന്റെ അവസാന വാക്കുകളാണ്. കാരണം എന്റെ മരണശേഷം ഇത് പുറത്തേക്ക് വരണം, ഈ മെഡിക്കൽ കോളേജിലെ അനാസ്ഥ പുറം ലോകം അറിയണമെന്ന് വേണു ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം വേദന ആശുപത്രി കിടക്കയിൽ കിടന്ന് ആ വേണു തിന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാകാം ഈ വേദന പുറം ലോകം അറിയണമെന്ന് വേണു ആഗ്രഹിച്ചത്. എന്തായാലും സുഹൃത്തുമായി സംസാരിച്ച ഈ ശബ്ദ സന്ദേശം വലിയൊരു തോതിൽ നമ്മളെ അടക്കം ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ് മെഡിക്കൽ കോളേജിൽ. അവിടെ ഒരുപാട് സാധാരണക്കാർക്ക് സഹായകരമാകുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കൂടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൻവർ സാദത്ത് ചേരുന്നുണ്ട്. അൻവർ സാദത്തിനോടാണ് വേണു ഇത് ഫോണിൽ ഈ ശബ്ദ സന്ദേശം വിടുന്നത്. വേണുവിൻ്റെ സുഹൃത്താണ്. പക്ഷെ അൻവർ സാദത്ത് ഇത് ഈ ഓഡിയോ ഭയങ്കര സങ്കടമാണ്. അത് കേട്ടിരിക്കാൻ മൊത്തം കേട്ടിരിക്കാൻ കഴിയില്ല. ഈ മനുഷ്യൻ മരിച്ചു പോയെന്നും കൂടെ അറിയുമ്പോഴും സങ്കടമാണ്. അത് സുഹൃത്ത് എന്നുള്ള രീതിയിൽ അതിൽ നമുക്ക് തോന്നുന്നതിനേക്കാൾ കൂടുതൽ വലിയ വേദന ഉണ്ടാവുമായിരിക്കും. ആ ശബ്ദ സന്ദേശം വരാനിടയായ സാഹചര്യം എന്താണ്, എന്നാണത് വന്നത് അൻവർ? സാറേ, ഇന്നലെ രാവിലെ ഈ വേണുവിന് ആൻജിയോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെ ആൻജിയോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം എന്നും പറഞ്ഞതായിരുന്നു. അങ്ങനെ വേണു ഇന്നലെ രാവിലെ എനിക്കൊരു സന്ദേശം അയക്കുന്നു. ഈ സന്ദേശമാണ് ഈ അയച്ചിരിക്കുന്നത്. അത് വേണു തന്നെ എല്ലായിടത്തും അത് ഫോർവേഡ് ചെയ്തിട്ടുമുണ്ട്. എന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണത് അയച്ചത്. അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ആംബുലൻസിനകത്ത് അർജന്റായിട്ട് ആൻജിയോഗ്രാം ചെയ്യേണ്ട, സാധാരണ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ കറക്റ്റായിട്ട് ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ആൻജിയോഗ്രാം ചെയ്യേണ്ടത് ഇന്ന് 5 ദിവസമായിട്ടും ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ 5 ദിവസവും അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ടിരിക്കേണ്ട. അദ്ദേഹത്തിന്റെ വളരെ വൈകാര്യമായിട്ടുള്ള ആ മെസ്സേജ് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇതേപോലെ ആൻജിയോഗ്രാം നടത്താമെന്ന് പറഞ്ഞിട്ടും അതിനുശേഷം സംഭവിച്ചത് എന്താണ്? ആൻജിയോഗ്രാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ ഇതുപോലെ വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിൽ നിന്നതാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മെസ്സേജുകൾ എന്ന് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തലവേദനയുണ്ട്, അതുകൊണ്ട് പിന്നീട് ന്യൂറോയെ കാണണമെന്ന് പറഞ്ഞ് ന്യൂറോയെ കാണാൻ വേണ്ടി അയച്ചിരുന്നതാണ്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലും മറ്റും വന്നു. അങ്ങനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നുള്ള ഒരു മെസ്സേജാണ്. അന്നേരം തന്നെ എന്നെ വിളിച്ച് പറയുകയും ചെയ്യും. അതിന്റെ വൈഫ് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട എന്നുള്ളത് പറഞ്ഞ് അങ്ങനെ നിന്നപ്പോഴാണ് രാത്രി 11 മണിയായപ്പോൾ മരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ്. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ എന്താണ് താൻ നേരിട്ട ചികിത്സാ അനാസ്ഥ എന്ന് വ്യക്തമാകുന്ന ആ സങ്കടവും വേദനയും രോഷവും ധാർമ്മിക രോഷവും സങ്കടവും നിസ്സഹായതയും ഒക്കെ വ്യക്തമാക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകൾക്ക് മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയട്ടെ. അതെ, എന്തായാലും ഈ അവഗണിക്കപ്പെടുന്നവർ നമ്മൾ ഓരോരുത്തരും, എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമ്മളെ ആ സ്ഥാനത്ത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ ആ ജീവന് വേണ്ടിയുള്ള പിടച്ചിൽ, അവഗണിക്കപ്പെടുന്നവന്റെ ഒരു വേദന, അത് എല്ലാ സാഹചര്യങ്ങളിലും ഇത്തരം അവഗണനകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ ഉള്ളവരൊന്നുമല്ല, ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ്. അന്നത്തെ ആവശ്യം നടന്നു പോകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ 108 ആംബുലൻസ് കിട്ടത്തില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി എവിടുന്നോ ആംബുലൻസ് വിളിച്ചിട്ടാണ് അവിടെ വരെ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഓഡിയോ ക്ലിപ്പ് പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പോലും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇത് പുറത്തു വിടണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സുഹൃത്തിന് അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശമാണ് പുറത്തേക്ക് വന്നത്. ഉറപ്പായും അത് കൂടുതൽ ചർച്ച ആവശ്യമുള്ള, കൂടുതൽ പ്രതികരണങ്ങൾ ആവശ്യമുള്ള, ആരോഗ്യമന്ത്രിയോടക്കം പ്രതികരണവും അന്വേഷണവും ഒക്കെ ആവശ്യമുള്ള ഒരു ശബ്ദ സന്ദേശമാണെന്ന കാര്യത്തിൽ
നോ ഡൗട്ട് അത് വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.